ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം പഴം വെച്ചിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സാണ് കേട്ടോ ഞാൻ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ഈവനിങ് സ്നാക്സ് നിങ്ങൾ റെഡിയാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ റെഡിയാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് മാത്രം ഉണ്ടാക്കിയ ഒരു സ്നാക്സും കൂടെയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതിലേക്കുള്ള ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് ഒരു ബാറ്ററാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 കപ്പ് വെള്ളമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് 1 കപ്പ് വെള്ളം മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് 1 കപ്പ് വെള്ളം കൂടെ ഉണ്ടല്ലോ, അതിൽ നിന്നും 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ വീണ്ടും അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ 1/2 കപ്പിൽ നിന്നും 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് നല്ല പാകമായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം കേട്ടോ നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 2 കപ്പ് എടുത്തതിൽ നിന്നും 1.25 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് വെള്ളം ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൂസാണ് നമ്മുടെ ഈ ഒരു ബാറ്ററിന് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. 2 പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് തേങ്ങയും 2 കോഴിമുട്ട ആവശ്യത്തിനുള്ള പഞ്ചസാരയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 പഴം ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കണം. അപ്പം ഞാനിത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളെടുത്ത് ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി ഇതിന് മധുരത്തിന് ആവശ്യമായിട്ട് ഇതിലേക്ക് 4 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ പഞ്ചസാര അരിയുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ സ്നാക്ക് റെഡിയാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. അപ്പോൾ ചൂടായ ഈ പാനിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ബാറ്റർ ഉണ്ടല്ലോ, മൈദയുടെ ആ ബാറ്ററി നമ്മൾ ഒരു തവി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നല്ല നേർത്ത ദോശ മാതിരി നമ്മൾ ഇന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഈ ബാറ്ററെല്ലാം നമ്മൾ ഇതുപോലെ ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കണം കേട്ടോ. ഇത് പെട്ടെന്ന് കുക്കായി കിട്ടുന്നതാണ്. ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇതുപോലെ ഇങ്ങനെ വിട്ട് വരുന്നത് കാണാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. നന്നായിട്ട് കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ നമ്മൾ ഈ ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ആദ്യത്തെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി ബാക്കിയുള്ള മാവെല്ലാം ഇതുപോലെ തന്നെ ഓരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ്. നമ്മൾ ചട്ടിപ്പത്തിരി അതുപോലെ തന്നെ ചിക്കൻ റോളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ദോശ ചുട്ടെടുക്കാറുണ്ട്. ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു സ്നാക്കിന് വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു ബാറ്റർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒരു 8 ദോശയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ പാനിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ ബട്ടറോ നെയ്യോ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ള പഴമുണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ നിറം ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 1/4 കപ്പ് തേങ്ങ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 2 ഏലക്ക ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്ക പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഏലക്ക ചതച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് 5 ടീസ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പഴത്തിൻ്റെ മധുരത്തിനും അതുപോലെ തന്നെ പഴുപ്പിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേറൊന്നും ചേർക്കാനൊന്നുമില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ കാഷ്യൂ നട്ട്സ് അതുപോലെ തന്നെ കിസ്മിസൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത്രേ ചേർക്കുന്നുള്ളൂ. നമ്മൾ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ മാത്രം ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പം നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ബട്ടർ തേച്ചിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ദോശ ഉണ്ടല്ലോ ആ ദോശ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള കോഴിമുട്ട പഞ്ചസാരയും ചേർത്ത് ആ മിക്സ് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ ഫില്ലിങ് റെഡിയാക്കിയിട്ടുണ്ടല്ലോ പഴവും തേങ്ങയും പഞ്ചസാരയും ചേർത്തിട്ടുള്ള ആ ഫില്ലിങ് ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മുടെ ദോശ ഒന്നെടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വീണ്ടും നമ്മുടെ കോഴിമുട്ടയുടെ മിക്സ് ഇതിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ നമ്മൾ പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ദോശ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ ദോശയും ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു പഴം എടുത്തിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് മുറിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധമൊന്നുമുള്ള കാര്യമല്ല കേട്ടോ. ഞാനൊന്ന് ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് വെച്ച് കൊടുത്തതാണ്. എന്നിട്ട് നമ്മുടെ ബാക്കി വന്ന ഈ കോഴിമുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. നമ്മൾ ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കുമ്പോൾ കേക്കാണോ അല്ലെങ്കിൽ ചട്ടിപ്പത്തിരി എന്നൊക്കെ പറയും. ചട്ടിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിക്കാണ് ഞാനിത് റെഡിയാക്കി എടുക്കുന്നത്. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇതൊന്ന് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കണം. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാൻ വെച്ചിട്ട് ഈ പാനിൽ ഞാൻ കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട്. ഇത് നന്നായി ചൂടായതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. അതൊരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. സ്നാക്സ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. അതുപോലെ തന്നെ കാണാനും നല്ല ലുക്കുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഫീഡ്ബാക്കൊക്കെ കമൻ്റായിട്ട് അറിയിക്കും വേണം. താങ്ക് യു ഫോർ വാച്ചിങ്.